ചായ തീർന്നാ ചായയില്ലേ തുറന്നിട്ടില്ലേ ഞാൻ നോക്കിക്കോളാം. ഓക്കെ ലൈഫ് ആൻഡ് മെഷീൻ എന്നാണ് ഓക്കെ 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 എന്നാ ഓടെ ഓടെ ശരി ആ ശരിക്കൊക്കെ ചാർജ് നോക്കിയായിരുന്നു ചാർജ് 80 ദിവസത്തിലേക്ക് എന്ത് കുഴപ്പമില്ല കിട്ടുമായിരിക്കും. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു എക്സ്പ്രസ്സാണ്. എക്സ്പ്രസ് 4B ആണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് കിട്ടിയപ്പോൾ തന്നെ ഒരു കുറച്ച് ലോങ് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. പക്ഷേ ഭയങ്കര മഴയാണ് ഇവിടെ, നല്ല മഴ പെയ്തിറങ്ങണേ. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് കിട്ടും ലോങ് ഡ്രൈവൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഡൈവേർട്ട് ചെയ്ത് പോകാമെന്നുള്ള പ്ലാനിലാണ്. മൂന്നാർ അല്ലെങ്കിൽ വാഗമൺ മേടിക്കാനുള്ള പ്ലാനിലാണ്. ഇതിൻ്റെ ഓണർ നമ്മുടെ കൂട്ടുകാരൻ ഇത് വണ്ടി നമ്മുടെ കയ്യിൽ തരുമ്പോൾ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് പെട്രോൾ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്രോൾ അടിക്കാൻ എവിടെയും കയറേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് പോകണതാണ്. ഈ വണ്ടിയുടെ ഇങ്ങനെ ഇരുന്നുള്ള പോക്കൊരു അന്യായ ലുക്കാണ്. ഇവിടെ നിന്നൊരു വ്യൂ കാണാൻ നേരത്തെ. അതേപോലെ തന്നെ നല്ല കംഫോർട്ടുമാണ്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കലക്കൽ സ്പോട്ട് ഉണ്ട്. അവിടെ ഒന്ന് ജസ്റ്റ് സൈഡ് ഒതുക്കിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കലക്കൻ വ്യൂ ആണ് കേട്ടോ. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. നമുക്ക് അങ്ങോട്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫർ നിശ്ചല ആദ്യമേ തന്നെ ഓടിയിട്ടുണ്ട് അങ്ങോട്ട്. കാണാനില്ല ഇവിടെയൊന്നും, അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല കലക്കം വ്യൂ ആണ്. ഒരു അത്യാവശ്യം നല്ല ഒരു അരുവി ഒഴുകണ പോലത്തെ ഒരു സംഭവം. ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സൈഡിലൊക്കെ ഇരിക്കാനുള്ള ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സൈഡിൽ 2-3 ഉണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫി അവിടെ തകർക്കാണ്ട് ഫോട്ടോ എടുത്ത് മരിക്കണമെന്ന് തോന്നുന്നുണ്ട് അവിടെ. നമുക്കൊന്ന് ജസ്റ്റ് ചെന്ന് നോക്കാം. ഇത് ഏത് നദിയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. കലക്കം വ്യൂ ആണ്. ഏയ് ഫോട്ടോഗ്രാഫർ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് കളിക്കുന്നുണ്ട്. കൊള്ളാട്ടോ, അടിപൊളി പ്ലേസ്. അത് അത്യാവശ്യം ഒരു ഈവനിങ് ഒക്കെ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അടിപൊളിയായിരിക്കും. നല്ല രസമായിരിക്കും. ഒരു പീസ്ഫുൾ മൈൻഡ് ഇവിടെ കയറിയിട്ട്. ഇപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലാണെങ്കിൽ തന്നെ നമുക്ക് അത്രയും ഒരു ഒച്ചയും ബഹളമൊന്നുമില്ല. നല്ല പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കണേ. കയറി നിന്നാണ് നമ്മൾ പോണത്. റെയിൻകോട്ടൊന്നും എടുത്തിട്ടില്ല. റെയിൻകോട്ട് എടുക്കാനായിട്ട് മറന്നുപോയി. നമ്മുടെ വേറെ വണ്ടിയിലായിരുന്നു റെയിൻകോട്ട് ഇട്ടിരുന്ന് വെച്ചത്. അപ്പോൾ അതെടുക്കാനായിട്ടുള്ള വിട്ടുപോയി. മൊത്തം മഴ നനഞ്ഞ് ഡാർക്കായിട്ടാണ് പോണത് ആകെ. എന്നാലും കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. നമ്മളിപ്പോൾ ചെറിയ റോഡല്ലേ? കുഴപ്പമില്ല. അങ്ങനെ അവസാനം നമ്മൾ വാഗമണ്ണ് പിടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വാഗമണ്ണിലേക്ക് ആ വഴി ചോദിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ തൊടുപുഴയൊക്കെ കയറി വന്നാൽ നല്ല അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ആ റൂട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ കണ്ട വ്യൂ, നമ്മൾ ഫോട്ടോ എടുക്കാൻ നിർത്തിയ ആ വ്യൂ ഒക്കെ കണ്ടത്. നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എറണാകുളത്തൊരു വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു റോട്ടിലേക്കൊക്കെ കയറുമ്പോൾ നമുക്കൊരു ഫ്രഷ് എയർ കിട്ടുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. അതൊരു അടിപൊളി ഫീലാണ്. നമ്മൾ ആ ഒരു പുകയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനത്തെ ഒരു റോട്ടിലേക്കൊക്കെ നല്ല പച്ചപ്പുള്ള റോട്ടിലേക്കൊക്കെ കയറുമ്പോൾ ഫ്രഷ് എയർ കിട്ടും. നമുക്കൊരു ഫീലാണത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ സ്ട്രെസ്സായിട്ടുള്ള ജീവിതമാണ്. ഇപ്പോൾ എല്ലാ ഒരു മേഖലയിലാണെങ്കിലും ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു 1-2 ദിവസമൊക്കെ ഇതേപോലെ ലീവ് എടുത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോയി കഴിയുമ്പോൾ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും. കുറച്ച് ഹാപ്പിനെസ് കിട്ടും നമുക്ക്. ആ ഒരു നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിനൊരു ശാന്തി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്രിപ്പ് ഇങ്ങനെ പോകും. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാരണം കുറച്ച് വീഡിയോസൊക്കെ മിസ്സായി. കുറേ ട്രിപ്പൊക്കെ ഇതിനിടയിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്.
കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. വാഗമണിൽ നമുക്ക് കാണാനുള്ളത് പൈൻ മരം തോട്ടമുണ്ട്, പിന്നെ സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്, മുട്ടക്കുന്നുണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. മൊത്തം കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. നമ്മളിന്ന് ഒരു 1 ഡേ ട്രിപ്പ് എന്നുള്ളൊരു പ്ലാനിൽ ഇറങ്ങിയത്. നമ്മൾ ഈ പൈൻ മരത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പൈൻ മരം കാടുകൾ അവിടെ നിന്ന് നമ്മൾ വെട്ടിയെടുത്താണ് ഈ കറൻസി, ഇതിൻ്റെ പൾപ്പ് കൊണ്ടാണ് കറൻസി ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞു കേട്ടേക്കണത്. ഒരു 10 കൊല്ലം കൂടുമ്പോൾ എന്തോ വെട്ടിയിട്ട് ഇത് കറൻസിക്ക് നോട്ടടിക്കാൻ വേണ്ടി ഇതിൻ്റെ പൾപ്പ് യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സമയം ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൂ, എന്നാലും നല്ല മൂടലുണ്ട്. മഴ നല്ല അടിപൊളിയായിട്ട് പെയ്യാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് മഴ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് പോണ വഴിക്ക്. ഇതേപോലത്തെ റോട്ടിൽ കൂടിയാണ് പോകുന്നത്, 2 സൈഡിലും കാടാണ്. നമുക്ക് മഴയത്ത് കയറി നിൽക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീടുകളൊന്നുമില്ല. മഴ എത്തുന്നതിന് മുമ്പ് എവിടെയെങ്കിലുമൊക്കെ ഷെഡ് പോലെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടേക്ക് കയറി നിൽക്കാം. മഴ പെയ്ത് കഴിഞ്ഞാൽ നനഞ്ഞ് പോകാണ്ട് ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ. പറഞ്ഞു തീർന്നില്ല, അത് വ്യൂ കാണാൻ നിർത്തിയപ്പോൾ തന്നെ മഴ വന്നു. ഇവിടെ നേരെ കയറി കഴിഞ്ഞപ്പോൾ ഒരു വീടുണ്ടായിരുന്നു, ആ വീടിൻ്റെ സൈഡിൽ കയറി നിൽക്കണേ ടർപ്പാളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വണ്ടി ഇരിക്കണേ പൊരിഞ്ഞ മഴ. ഫോട്ടോ എടുക്കണ്ടി ഇപ്പം മഴയൊന്ന് നൈസായിട്ട് കുറഞ്ഞേ ഉള്ളൂ, മഞ്ഞ് കയറി തുടങ്ങിയിട്ടുണ്ട്. കിട്ടില്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇത് വീഡിയോയിൽ എത്രമാത്രം കിട്ടുമെന്നറിയില്ല, നേരിട്ട് കാണാനായിട്ട് അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഓഹ് പൊളി. ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. വെള്ളം ഒഴിക്കാനാണ് അവരെന്ത് ചെയ്യാൻ. വേടി കയറി ഷൂട്ടടി, ഫോട്ടോഷൂട്ടടി. ഇവിടെ ഫോട്ടോഷൂട്ടാണ് ആ കാറിൻ്റെ അപ്പുറത്ത്. സേവ് ദ ഡേറ്റ് ഒക്കെ ആയിരിക്കും. അത്യാവശ്യം നല്ല ഫ്രെയിമാണ് അതിൻ്റെ ബാഗ്, അടിപൊളിയാണ്. കണ്ട ആ ഫ്രെയിമിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിരിക്കും. മഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ച് നല്ല കിട്ടില്ല ഫോട്ടോ കിട്ടും അവിടെ നിന്ന് കഴിഞ്ഞാൽ. നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് കയറുന്നതും തണുപ്പ് കൂടിക്കൂടി തന്നെയാണ്. കൈയൊക്കെ വിറച്ചിട്ടാണെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ടെങ്കിൽ ഒന്നും കൂടി കൈ നനഞ്ഞ് ചീഞ്ഞ് ഒന്നും കൂടി വിറച്ചേനെ. കാരണം ഗ്ലൗസൊക്കെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗ്ലൗസ്, റെയിൻകോട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുത്തില്ല. മനപ്പുറം എടുക്കാനല്ല, മറന്നു പോയതാണ് സംഭവം. നമ്മൾ ശരിക്കും ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചത് മൂന്നാർ കയറി ഇറങ്ങാനാണ്. പക്ഷേ മൂന്നാറിലേക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു റോഡാണ് കേട്ടോ, വാഗമണിലെ റോഡ്. ഈ മഴയും കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനില്ല. നല്ല അന്തരീക്ഷം, നല്ല തണുപ്പും. ഇനി മുകളിലേക്ക് കയറുന്നൊരു മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഈ മൊട്ടക്കത്തിൻ്റെ പൊക്കത്തേക്കൊക്കെ നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഓഫ് റോഡൊക്കെ ആഗ്രഹിച്ചാണ് വന്നത്. പക്ഷേ ഇടിവെട്ടും മഴയുള്ള സമയത്ത് അത് പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കത്ത്, ഈ മൊട്ടക്കുത്തിൻ്റെ പൊക്കത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇടിവെട്ടൊക്കെ വരുമ്പോൾ ഏക്കാൻ ചാൻസ് കൂടുതലുള്ളത്. അങ്ങനെ നമുക്ക് മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊട്ടക്കുത്തിൻ്റെ പൊക്കത്ത് കയറി കഴിയുമ്പോൾ തന്നെ ഇടിവെട്ട് വരാൻ നേരത്ത് നമുക്കത് ഏക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഇടിവെട്ട് മഴയൊക്കെ ഉള്ളപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ പൊക്കത്തൊന്നും കയറാതെ സൂക്ഷിക്കുക. അപ്പോൾ താഴത്തൊക്കെ നിന്ന് റൗണ്ടൊക്കെ അടിച്ച് വന്നതായിരിക്കും ഏറ്റവും സേഫ്. പൊക്കത്തൊക്കെ കയറി കഴിഞ്ഞാൽ ചാൻസ് കൂടുതലാണ്. അടിപൊളി. മറ്റേ മഞ്ഞിരി വെള്ളം മതി.
പറഞ്ഞ ശരിയാണ്ടാവും മഞ്ഞുണ്ട്. എൻ്റെ പൊന്നോ, നല്ല കിടിലം മഞ്ഞ്. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. മഴ പെയ്തുകൊണ്ട് തന്നെ തന്നെയാണ് തോന്നുന്നത്. നല്ല അടിപൊളി മഞ്ഞാണ് കിട്ടിയേക്കുന്നത്. ടൈം ഏകദേശം ഒരു 5 മണി പോലും ആയിട്ടില്ല. ഒരു 4:30 4:45 ആ ഒരു റേഞ്ച് ആയിട്ടുള്ളൂ. മഞ്ഞോട് മൂടിയിട്ട് വെറുതെ അടിപൊളിയാണ്. ഇതിലേപ്പോൾ വണ്ടി ഓടിക്കാൻ പ്രത്യേക ഒരു മൂഡാണ് മോനെ. ഒരു മഴയാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് വെച്ചെങ്കിൽ ഇത്ര ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടില്ലായിരുന്നു. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ക്ലൈമറ്റാണ്. നിങ്ങൾക്ക് എത്രമാത്രം ഇത് ഫീൽ ആവുമെന്ന് എനിക്കറിയില്ല. എനിക്കിവിടെ വന്നിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കിട്ടില്ല വ്യൂ കണ്ട മഞ്ഞോണ്ട് മൂടി കിടക്കണേ. റോഡിൻ്റെ അറ്റം പോലും കാണാൻ പറ്റില്ല നമുക്ക്. വണ്ടിയൊക്കെ ഓപ്പോസിറ്റ് എനിക്ക് ക്ലിയർ ആയിട്ട് ഈ ഹെൽമെറ്റിൻ്റെ വൈസർ വെച്ചേക്കണോണ്ട് ഒന്നും കാണാൻ പറ്റില്ല. അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹസാർഡ് ലൈറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഹസാർഡ് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മഞ്ഞത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ടാവും. ഓപ്പോസിറ്റൊക്കെ വണ്ടി വന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. മഞ്ഞത്ത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വണ്ടി വന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയെന്ന് വരില്ല. കണ്ട മഞ്ഞത്ത് ക്ലിയർ ആവില്ല നമുക്ക് വളവൊക്കെ തിരിഞ്ഞ് വരുമ്പോൾ. ഇതിനാണെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാം, അത്യാവശ്യം വെട്ടം കുറച്ച് കുറവാണ്, അധികം തന്നെ ഉണ്ട്. കണ്ട ഇതേപോലെയൊക്കെ വണ്ടി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, വിസിബിലിറ്റി കുറവായിരിക്കും. ഹസാർഡ് ലൈറ്റൊക്കെ പിടിപ്പിക്കണത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഹസാർഡ് ലൈറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ മഞ്ഞത്തൊക്കെ മാത്രം യൂസ് ചെയ്യുക. ചിലവരൊക്കെ 2 ഇൻഡിക്കേറ്ററും തെളിച്ചിട്ടുകൊണ്ട് റോട്ടിൽ കൂടെയൊക്കെ നമ്മൾ ഒരു മഞ്ഞുമില്ലാത്ത റോട്ടിൽ കൂടെയൊക്കെ പോകണം. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഹസാർഡ് ലൈറ്റൊക്കെ യൂസ് ചെയ്യണം ശരിക്കും വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണത്. ഇതേപോലെ മഞ്ഞത്തൊക്കെ പോകുമ്പോൾ 2 ഇൻഡിക്കേറ്ററും കത്തി വയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് തന്നെ വണ്ടികൾക്ക് കാണാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യണതാണ് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ വണ്ടി ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ വഴി കൂടെയൊക്കെ ഇങ്ങനെ മഞ്ഞില്ലാത്ത സ്ഥലത്തൂടെയൊക്കെ ഈ ഹസാർഡ് ലൈറ്റൊക്കെ തെളിച്ചിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ പോലീസുകാർ ചിലപ്പോൾ പിടിച്ച് പെറ്റിയടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും നമ്മൾ പറഞ്ഞെന്തേലും കിട്ടും. ഈ ക്ലൈമറ്റ് വെറുതെ ഒരു രക്ഷയില്ലാതെ മഞ്ഞുകൊണ്ട് മൂടിയിട്ട് മനുഷ്യന് തണുത്തിട്ടും പാടില്ല. ഇനി കുറച്ചും കൂടെ ഉണ്ട് വാഗമണിലേക്ക്. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കാം നമുക്ക്. ഓരോരുത്തരോട് ചോദിക്കുന്നവരും കിലോമീറ്റർ കൂടിക്കൂടി തന്നെ. നേരത്തെ ചോദിച്ചപ്പോൾ 2 കിലോമീറ്റർ ആയിരുന്നു, ഇപ്പോൾ 7 കിലോമീറ്റർ എന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ മാപ്പ് ഇട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് മാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് വണ്ടി ഓടിക്കാനുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ജസ്റ്റ് എടുത്ത് നോക്കട്ടെ. ഓക്കെ, ആ പറഞ്ഞ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണെന്ന് തോന്നുന്നു. കുറച്ച് കിലോമീറ്റർ കൂടെ ഉണ്ട്, 7 കിലോമീറ്റർ അടുത്തുണ്ട്. ഓക്കെ, തേയിലത്തോട്ടം ഉണ്ടോ ഇതിൻ്റെ ചുറ്റിനും? 2 സൈഡിലും ഇവിടെ 2 സൈഡിലും തേയിലത്തോട്ടം ഉണ്ടാവും. നമ്മൾ കയറി വന്നപ്പോൾ 2 സൈഡിലും കാടായിരുന്നു. ഇനിയിപ്പോൾ തേയിലത്തോട്ടമാണ്. അത് കഴിഞ്ഞ് ഇനി കയറി ചെല്ലുമ്പോൾ ഇനി മുട്ടക്കുന്നുകളായിരിക്കും 2 സൈഡിൽ. 3 ലെയർ പോലെ കിടക്കുന്നത് അടിപൊളിയാണ്. നമ്മളിതൊരു കാറിനോ ട്രാവലറിനോ തന്നെയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഫീൽ കിട്ടില്ല. ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ഓപ്പണാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്താം, എവിടെ വേണമെങ്കിലും പോവാം, ഏത് ഇടവഴി വേണമെങ്കിലും കയറി പോവാം, ഏത് കുന്നിൻ്റെ ഒക്കത്ത് വേണമെങ്കിലും കയറ്റാം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം ഇത് വെച്ച്. ഒരു പക്ഷേ അതാണെന്ന് തോന്നുന്നു നമുക്ക് ഈ ബൈക്ക് ട്രാവലിനോട് എല്ലാവരും ഇത്ര കമ്പം കാണിക്കാൻ കാര്യം. മഞ്ഞ ഉണ്ടെന്നറിയാമെങ്കിലും ഇത്ര ഹെവി ആയിട്ടുള്ളൊരു മഞ്ഞ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്ര 1.5 മഞ്ഞായിപ്പോയി. അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. റോഡ് മൊത്തം മൂടി കിടക്കുന്നതാണ്. നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് കാണുന്നത് മൊട്ടക്കുന്നാണ്. ഈ ഒരു വ്യൂ ഉണ്ട്, ഒരു കിടിലം വ്യൂ ആണ്.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു യാത്ര. ഞാൻ ഇതുവരെ പോയതിൽ ഏറ്റവും നല്ല യാത്രയെന്ന് ഞാൻ പറയുള്ളൂ. ഇത് അടിപൊളിയായിട്ട് എനിക്ക് ക്ലൈമറ്റ് കിട്ടിയത് ഈ ഒരു യാത്രയിലാണ്. പോരാത്തിന് നമ്മുടെ ഈ എക്സ്പൾസ് വണ്ടി ഇതിൽ ഒന്നൊന്നര കോമ്പിനേഷനാണ്. നല്ല രസമുണ്ട്. ഇപ്പോൾ ഒരു ചായയും കൂടെ ഉണ്ടെങ്കിൽ, ഒരു ചായക്കട ഉണ്ട് ഇവിടെ. നമുക്ക് റൈഡേഴ്സ് എല്ലാവരും, ഒട്ടുമിക്ക റൈഡേഴ്സ് കൂടി നിർത്തി ചായ കുടിക്കണ റൈഡേഴ്സ് കഫേ എന്ന് പറഞ്ഞൊരു ചായക്കടയുണ്ട്. നമുക്കത് തുറന്നിട്ടുണ്ടാ ഇല്ലയെന്നറിയില്ല, ചില സമയത്ത് അത് അടച്ചിട്ടേക്കണായിരിക്കും. നമുക്കത് നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന്. ഇവിടെ അടുത്ത് തന്നെയാണ്, എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചായ കേട്ടാ, ചായയില്ലേ തുറന്നിട്ടില്ലേ? നമുക്ക് ചായ കിട്ടിയില്ലെങ്കിലും നല്ല അടിപൊളി വ്യൂ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇറങ്ങണേന് നല്ല കിടിലം വ്യൂ. മൊട്ടക്കുന്നാണ് മൊത്തം കാണുന്നത്. നമുക്ക് ഇവിടെ അത്യാവശ്യം അപ്പുറത്തേക്ക് മാറി എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. കാറൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട് സൈഡിൽ. കണ്ടോ, മഞ്ഞാണ് കാണുന്നത്. ഈ എൻ്റെ പുറകിൽ കൂടിയൊക്കെ സൈഡിൽ കൂടിയൊക്കെ മഞ്ഞാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. മൊത്തം മഞ്ഞാണ്. ആ മലയൊക്കെ ഇതൊക്കെ മൂടി മൂടി മഞ്ഞിങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കണേണ്ടാ. എന്താണ് ഈ മഞ്ഞ്, നമ്മുടെ പുറകിലൊക്കെ മഞ്ഞുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ കുറച്ച് മഞ്ഞ് കിട്ടാതെ ഇരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇങ്ങോട്ട് മഞ്ഞ് മൂടി വരുന്നുണ്ട്. ആഹാ, അടിപൊളി വ്യൂ. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. പ്രത്യേകിച്ച് നിൽക്ക് ഫോട്ടോ എടുത്ത് തരാം. അവിടെ നിൽക്കി. ആ, അടിപൊളി. നല്ല ഫ്രെയിം, പച്ചക്കുപ്പിയും പച്ചമലയാളം ഉള്ള കാറ് വരുന്നുണ്ടല്ലോ. എൻ്റെ ഒരു ഫോട്ടോ എടുത്തേ, ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടത്. നോക്കി കിട്ടാ, വണ്ടി വരും. കാറ് വന്നുണ്ട്. എല്ലാവരും പരിപാടി കണ്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോകണേ. നമ്മളിവിടെ എത്തിയിട്ടുള്ള കേട്ടോ. നമ്മൾ കുറച്ച് വൈകിയാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. മഴയെന്ന് പറഞ്ഞ് വീട്ടിൽ വെച്ചെങ്കിൽ ഇതുവല്ലം കാണാൻ പറ്റുമായിരുന്ന. പോണ വഴിക്ക് മണ്ണൊക്കെ ഇടിഞ്ഞ് റോട്ടിലേക്കൊക്കെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. എന്താ സംഭവം അറിയില്ല. മണ്ണൊക്കെ ഇടിഞ്ഞ് റോട്ടിലേക്ക് വന്നിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ ഒലിച്ചൊന്നാണെന്ന് തോന്നുന്നുണ്ട്. ഈ സൈഡിൽ ഇതേപോലെ നമുക്ക് വ്യൂ കാണാനായിട്ടൊക്കെ കുറേ പേര് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാറൊക്കെ നിർത്തി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വ്യൂ കാണാനായിട്ട്. ഫാമിലീസാണ് വ്യൂ കാണാൻ വേണ്ടി നിർത്തിയിട്ടേക്കുന്നത്. രണ്ട് കാണുന്നുണ്ട്. അത് വന്നപ്പോൾ ഇഷ്ടംപോലെ കാറുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് വന്നാൽ കാണാൻ പറ്റും. താഴത്തൊക്കെ ഇഷ്ടംപോലെ കാറുകൾ നിർത്തിയിട്ട് വ്യൂ കാണാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കയറി ചെല്ലാൻ പോണത് നിരവധി ഷൂട്ടിങ് നടന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ചുംബന വളവ് എന്നാണ് ഈ വളവിനെ പറയണത്. അതെന്തുകൊണ്ടാണ് എനിക്ക് ഈ പേര് വന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ദൃശ്യം സിനിമ, ദൃശ്യത്തിൽ മോഹൻലാൽ
ലോറിയിലേക്ക് ഫോൺ ഇടുന്ന സീൻ ഇവിടെ വെച്ചെടുത്തത്. പിന്നെ ചാർലി സിനിമയിൽ മഞ്ഞ് വീണ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ച് ബുള്ളറ്റിൽ ദുൽഖർ പോകുന്ന സീൻ ഇവിടെ വെച്ചെടുത്തത്. ഇതാണ് നമ്മുടെ ചുംബന വളവ്. ഇവിടെ വെച്ച് ഷൂട്ടിങ് നടന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇതാണ് ആ വളവ്. നമ്മൾ ആ വളവ് തിരിഞ്ഞിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ കടകളാണ്, ചെറിയ ചെറിയ സ്റ്റാളുകളാണ്. ചോക്ലേറ്റും തേയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണെന്ന് തോന്നുന്നുണ്ട്. ഡ്രസ്സ്, ക്യാപ്പ് അങ്ങനെയുള്ള വിൽക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാം അടച്ചിട്ടേക്കണേ, എന്താണെന്നറിയില്ല. എല്ലാം അടച്ചിട്ടേക്കണേ, കുറച്ച് കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. ക്ലോസ്ഡ് ആണല്ലോ, 9 to 6 ക്ലോസ്ഡ് ആണ്. 5:30 സ്കൈ ഇതൊക്കെ ഉണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്, സ്കൈ ഇതുണ്ട്, സൈക്ലിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ഉണ്ട് ഫിഷ് ബോട്ടിംഗ് ഉണ്ട്. സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക്. എടി തൂക്കിയിട്ടിട്ട് പോകൂലേ വണ്ടി, ആ സാധനം കയറാൻ പറ്റുന്ന വെച്ചാലോ. കേറ്റൂലേ, കയറ്റാൻ പറ്റില്ലേ? കഴിഞ്ഞ 5:30. ആ ഓക്കെ ഓക്കെ. ഇടിമിന്നലുകൊണ്ട് ക്ലോസ് ചെയ്തേക്കാണ്. പക്ഷേ വൺ നഷ്ടമായി പോയി. അഡ്വഞ്ചറായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇടിമിന്നൽ ഞാൻ പറഞ്ഞില്ലേ, ഇടിമിന്നൽ ഇത്തിരി സീനാണ് ഇവിടെ. ഇടിമിന്നലായതുകൊണ്ട് തന്നെയാണ് ക്ലോസ് ചെയ്തേക്കണേണ്, അത് മൊത്തം ക്ലോസ് ചെയ്തേക്കണേ. ഇടിമിന്നൽ ഏൽക്കാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ്. മരങ്ങളൊക്കെ കുറവാണ്, മൊട്ടക്കുന്നുകൾ മാത്രമായതുകൊണ്ട് ഇടിമിന്നൽ പെട്ടെന്ന് നമുക്ക് ഏൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണമാണ് അവർ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇടിമിന്നലായതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തേക്കണമെന്ന് പറഞ്ഞവർ. അഡ്വഞ്ചറൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ദിവസം ട്രിപ്പ്, അല്ലെങ്കിൽ നേരത്തെ രാവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം കണ്ട് എല്ലാ അഡ്വഞ്ചറൊക്കെ ചെയ്തിട്ട് പോവാം. പക്ഷേ നമ്മൾ വൈകുന്നേരം ആയപ്പോഴെത്തിയത്. നമ്മളിപ്പോൾ തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കയറി അഡ്വഞ്ചറൊക്കെ ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടെന്ന് തോന്നാനില്ല. നമുക്ക് ഇനിയൊരു ദിവസം നമുക്ക് ഫുൾ കവർ ചെയ്യാം. ഇനിയൊരു ദിവസം നമ്മൾ അഡ്വഞ്ചറൊക്കെ ചെയ്ത് ഇവിടെ നിന്നൊരു പൊടിച്ച് കുത്തിയൊക്കെ പോകുള്ളൂ. നമ്മൾ ഇതുവഴിയൊക്കെ കയറി പോകാൻ പറ്റും കേട്ടോ. മുട്ടക്കുന്നാണത്. മുട്ടക്കുന്നിൻ്റെ അതിൽ റൈറ്റ് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ പൊക്കത്തേക്ക് വണ്ടി കയറ്റാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ കയറ്റാനുള്ള ഇനിയിപ്പോൾ മഴയും ഇടിവെട്ടായതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. നമുക്കിവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ട്, വ്യൂ കാണാൻ പറ്റിയൊരു സ്ഥലം കൂടെ ഉണ്ട്. അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് ചെന്നിട്ട് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങാനുള്ള പ്ലാനിങ്ങിനാണ്. ഇവിടെ നമുക്ക് കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് പോകട്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അത് വേസ്റ്റ് എടുക്കണുണ്ടാവും. നമ്മളിപ്പോൾ കുറച്ചും പുതിയ വന്നപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു വേസ്റ്റ് ഇടാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വേസ്റ്റൊക്കെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് വരുന്നത്. കണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇറങ്ങട്ടെ ഇടന്ന്. നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് ഒരു കാറുകാരനെ നിർത്തി നോക്കി പോകുന്നുണ്ട് എന്താ സംഭവം. ഇത് കണ്ട വേസ്റ്റ് ഇട്ടേക്കണുണ്ട. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് മുമ്പ് റൈറ്റ് സൈഡിൽ തൊട്ട് മുമ്പ് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മൾ വേസ്റ്റ് ഇടുന്ന സ്ഥലം കണ്ടതാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഇട്ട് നശിപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ് കുറേ ഏരിയയൊക്കെ ക്ലോസ് ചെയ്തും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇതേപോലെ തന്നെ ആൾക്കാർ വന്ന് മുട്ടക്കുന്നിലേക്ക് കയറി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. നമ്മളതിലും കുപ്പിയൊക്കെ ഉണ്ട്, നമ്മളിവിടെ ഇട്ടിട്ടൊന്നുമില്ല, നമ്മൾ തന്നെ തിരിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആരും അധികം വേസ്റ്റൊന്നും ഇടാതെ നോക്കുക. എല്ലാവരും വ്യൂ ഒക്കെ കണ്ടിട്ട് പോകണമായിരിക്കും ഏറ്റവും നല്ലത്. കണ്ട് വേസ്റ്റ് എടുക്കണം നോക്കി, നിറച്ച് വേസ്റ്റാണ്. നല്ല സ്ഥലമാണ്, പക്ഷേ എന്ത് പറയാനാണ്. അഡ്വഞ്ചറൊന്നും ചെയ്യാനിട്ട് എക്സ്പെൻസിനും അഡ്വഞ്ചർ ചെയ്യുന്ന സ്ഥലം തുറക്കാഞ്ഞിട്ട് ഇവക്കും നല്ല സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും നമ്മുടെ സാഹചര്യം ഇതായതുകൊണ്ട് നമ്മൾ ഇത്രയും വ്യൂ ഒക്കെ കണ്ട് ഇത്രയും ക്ലൈമറ്റൊക്കെ കിട്ടി ആസ്വദിച്ച് നമ്മളങ്ങനെ തിരിച്ചിറങ്ങാൻ പോണേണ്. അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാം, അതായിരിക്കും നല്ലത്. ഇനി രാത്രി ആയിക്കൊണ്ടിരിക്കണേ, രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിൻ്റെ സ്വഭാവമൊക്കെ മാറും. മഞ്ഞ് മൊത്തം മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി തിരിച്ചിറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനു മുമ്പ് നമുക്ക്
താഴത്തെത്തണം. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇനി ഒരു ദിവസം വന്നിട്ട് നമ്മൾ എല്ലാത്തരം അഡ്വഞ്ചറും ചെയ്യും. അഡ്വഞ്ചറായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ എക്സ്പ്രസിനും വരും. അതേപോലെ നമ്മൾ അഡ്വഞ്ചറിൽ അവിടെ ആ സിപ്പ് ലൈനിലും കാര്യങ്ങളൊക്കെ കയറി എല്ലാം സെറ്റാക്കി ഒരു വീഡിയോ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അത്യാവശ്യം ഇതേപോലെ ക്ലൈമറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.